ഹായ് ഓൾ, അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. കുറേ ഉണ്ട്. ഇതെല്ലാം ഞാൻ 2-3 വീഡിയോസ് ആക്കുന്നില്ല. എല്ലാ ഇതും ഈ വീഡിയോസിൽ തന്നെ ഉൾപ്പെടുത്താവേ. ഇതെന്ത് കഥയെന്ന് അറിയോ? പെരുന്നാൾ പിറ്റേസ് മുതലുള്ള വീഡിയോസാണ്. സംഭവം എന്തില്ലെങ്കിൽ അനിയത്തിയും മുളെല്ലാം മാപ്പിളുടെ പോകാനെല്ലാം ഒരുക്കത്തിൽ അങ്ങനെ കുഞ്ഞ് നല്ല അടിപൊളിയിൽ റെഡി ആയിട്ട് തന്നിനെ. അങ്ങനെ ഓറ് പോയിട്ടില്ല. അതിന് ശേഷം വന്നിട്ടായിട്ട് ഞാൻ പുരയിലുണ്ടായി. എന്നിട്ട് ഞാൻ എൻ്റെ പേർക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഓർഡർ ഉണ്ടായി. പിന്നെ കിച്ചണിൻ്റെ പുറത്ത് ഗ്രിൽസ് ഒന്ന് വിറ്റാക്കാനുണ്ടായിന്. അങ്ങനെ അതിൻ്റെ പണിക്കാറെല്ലാം വരുന്നേരത്തെ ഞാൻ പെട്ടെന്നൊന്ന് വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ അന്നൊരു ദിവസമില്ലേ കോഴിക്കോട് ഉണ്ടാക്കിയതാണ്. 2, 3, 4, 5 കൊല്ലമായെന്ന് തോന്നുന്നു. അപ്പോൾ കോഴിക്കോട് എന്നല്ല ഡെക്ക് ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ കുറേ അപ്പോൾ ആ ഡെക്കിന് വേണ്ടിയിട്ട് കൂടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ഡെക്കിന് മുങ്കിലെല്ലാം പിടിച്ചിട്ട് പകുതി ചത്തിട്ട് പോയി. അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം. പിന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തതാണ് ഒരാൾക്ക്. പിന്നെ നല്ല മുട്ടെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഡെക്കിൻ്റെ മുട്ട ഞാൻ സെയിലായിക്കൊണ്ടായിരുന്നു ഷോപ്പിലേക്ക് അവിടെയെല്ലാം. കുറേ ആൾ വന്നുകൊണ്ടായിരുന്നു ഡെക്കിൻ്റെ മുട്ട. ശ്വാസം മുട്ടിന് അങ്ങനത്തെ എല്ലാ പരിപാടിക്ക് നല്ല ഗുണം കിട്ടുന്നതിട്ട് കുറേ ആൾ ചോദിക്കാൻ വന്നിട്ടുണ്ടായി. എന്നിട്ടായിട്ട് ഇത് കഥ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഓർഡറും ഉണ്ടായി. അങ്ങനെ ഓർഡറിൻ്റെ തിരക്കായതുകൊണ്ട് അപ്പം എന്ത് ചൂടാൻ നേരം കിട്ടിയില്ല. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും മറ്റേതും മറിച്ചതെല്ലാം ഉണ്ടായിന്. അതിനെല്ലാം കൊടുത്ത് പിള്ളേരൊന്ന് രാവിലത്തെ സെറ്റാക്കിയിട്ട് എടുത്ത്. റംസാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതന്നല്ലേ, രാവിലെ എന്ത് ഉച്ചക്ക് എന്ത് വൈകുന്നേരം എന്ത് അങ്ങനെ ആയിരിപ്പോൾ. അപ്പോൾ ആ കോഴിക്കോടിനെ ലോറ് വണ്ടിയിലിട്ടിട്ട് കൊണ്ടുവന്നുണ്ട്. ഞാൻ ഇതിനൊന്ന് ചേലാക്കിയിട്ട് കൊണ്ടുവരാൻ ചെല്ലിട്ട് റോഡ് പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രിൽസ് എല്ലാം കൊണ്ടുവന്ന ടെമ്പോ ഇല്ലേ അതിലെന്നിട്ടിട്ട് ഇതിനെ കൊണ്ടുവന്നുണ്ട്. പുതിയൊരു മോഡൽ കൂടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അത് കൊടുന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെ ഏത് നല്ല കാണിച്ചു തരാം. അപ്പം അങ്ങ് ഓർഡർ ഉണ്ടായിന്ന് പറഞ്ഞിട്ടില്ലേ, സിറോട്ടയും പറന്ന് പണ്ടീൻ്റെ വേളയും അങ്ങനെ എന്തോ ഗൾഫിലേക്കുള്ള ഓർഡറായി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർഡർ വന്നെങ്കിൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടിട്ട് എടുക്കണ്ടേ. അത് നമ്മളൊരു നമ്മളിഷ്ടപ്പെട്ടൊരു സംഭവമല്ലേ. അതുകൊണ്ട് ഓർഡർ വിട്ടിട്ട് കഴിയില്ല. അങ്ങനെ ഞാൻ ബേപ്പുരന്ന് വന്നിട്ട് പണിയുണ്ടായിന്. പിന്നെ ഓർഡർ കൊടുക്കാനും ഉണ്ടായിന്. പിന്നെ ഇന്നെല്ലാവരും പ്ലാനാക്കിന് ആങ്ങളുടെ പുരക്ക് പോകുന്ന എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിനാണെന്ന്. അങ്ങനെ പുരക്ക് പോകുമ്പോൾ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ അങ്ങനെ പിള്ളേർക്ക് മക്കളുടെ ഡ്രസ്സെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പുരക്ക് വന്നത്. 2-3 കാര്യം ഉണ്ടായിന് വന്നതിൽ. അങ്ങനെ അപ്പോൾ ഓർഡറിൻ്റെ സിറോട്ട സംഭവങ്ങളെല്ലാം റെഡിയായി. ഗ്രിൽസ് ഇട്ടിട്ട് ഓരോ സംഭവങ്ങൾ റെഡിയായി. ഏകദേശം ഒരു 2-3 മണി എന്തോ ആയി. ഞാനെത്തുമ്പോൾക്ക് ഒരു കുറച്ചനടി മുമ്പ് എത്തിയിട്ടുണ്ടായി. അങ്ങനെ ഇപ്പോൾ സിറോട്ട ചുട്ടിട്ട് അതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടായിട്ട് അതിനെ കൊടുത്തിട്ട് വന്നിട്ടായിട്ട് നമ്മൾ പോകുന്നുണ്ട് എടുക്കേ ഞങ്ങളുടെ പേർക്ക്. അപ്പോൾ പെട്രോളെല്ലാം അടിച്ചിട്ട് അതിന് ശേഷം അപ്പോൾ ഓരോരോ അതിലെന്നെ അങ്ങോട്ട് വരുന്നില്ലേ. അപ്പോൾ നമുക്ക് പ്രശ്നമില്ല, ലേറ്റായും അതിൽ തന്നെ വരാമെന്നല്ല ചെല്ലിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടുണ്ട്. അവളെക്കൊന്നില്ല പള്ളീൻ്റെ ആടെയാന്ന് പോരാ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ആടെയാന്ന്. മുഗ്രാലെ കൊപ്പളയില്ലേ അങ്ങോട്ടാന്നുള്ള പോരാ. അപ്പോൾ നല്ല കടലും പുഴയെല്ലാം കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം ചെല്ലുന്നുണ്ട്. ഇവിടെ നല്ല കോളമിട്ടെങ്കിൽ മീനെല്ലാം കിട്ടുന്നത്. പപ്പ ഉണ്ടാകുമ്പോൾ നമുക്ക് വരണമെന്നല്ല ചെല്ലിട്ട് ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. നല്ല വജയുണ്ടല്ലോ പോകാൻ. ചൂടും വെയിലും അങ്ങനെ ഒന്നുമില്ല, നല്ലൊരു ഏരിയ. ഇങ്ങനത്തെ ഉള്ള സ്ഥലം നമുക്ക് നല്ല വാങ്ങാന്നില്ലേ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. നമ്മൾ ടൂറ് പോയിട്ടുണ്ടായിന്. ടൂറ് പോയത് അവിടെ എൻജോയ് ആക്കിയതും പുൽസാക്കിയതും കളിച്ചതും ചിരിച്ചതും തുള്ളിയതും എല്ലാം ഞാൻ കാണിച്ചു തരാം ഞങ്ങളെ. അപ്പോൾ കുറേ ആൾ കമൻറ്റിന് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ലല്ലോ എന്തായി ഏതായി എന്നുള്ള കുറച്ച് തിരക്കുണ്ടായി. കുറച്ചോടുണ്ടായി. പിന്നെ ടൂറ് പോയി അതായത് പിന്നെ എൻ്റെ സൗണ്ട് പോയതാണ്ടില്ലേ, സൗണ്ട് ഫുള്ള് പോയിട്ടുണ്ട്. ഇനി 2 ദിവസം നേരെ കറക്റ്റായിട്ട് ഉറങ്ങിയിട്ടാണ് ഈ സൗണ്ടെല്ലാം ഒന്ന് സെറ്റാവണമെങ്കിൽ. പക്ഷേ അത് അടിച്ച് പൊളിച്ചിട്ട് വന്നതാണ് നമ്മൾ. പിന്നെ പെരുന്നാളിൻ്റെ വ്ളോഗിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയിനല്ലോ എന്നിട്ട് കുറേ ആൾ കമൻറ്റ് ഇട്ടിന്. അതെന്ത് കഥയെന്ന് അറിയുന്നില്ല. മഹദിനെ ഓവറായിട്ട് കാണിച്ചതുകൊണ്ടായിരിക്കും. ഇപ്പോൾ താ നമ്മൾ ഞങ്ങളുടെ പേർക്ക് പോയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ തന്നെ ഒരു അടിപൊളി വെൽക്കം ഡ്രിങ്ക് എല്ലാം ഞങ്ങളുടെ ഉള്ളിൽ തരുന്നുണ്ട്. നമ്മളെല്ലാവരും കുടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറുന്നുണ്ട്. അപ്പോൾ അതെന്ത് സംഭവം അറിയോ, കുറേ ആൾ കമൻറ്റ് ആക്കാൻ കഴിഞ്ഞില്ല. പേഴ്സണൽ അയച്ചിട്ടുണ്ട്. അതിന് അത് ഭയങ്കര ബേജാറായി ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ഓഫ്. അത് മഹദിനെ കുറച്ച് സൂമാക്കി ഓൻ എന്നെ കാണിച്ചതുകൊണ്ടാണെന്നറിയുന്നില്ല. മറിച്ച് ആൾക്ക് കമൻറ്റ് ബോക്സ് എന്തോ ഓഫായെന്ന് അറിയുന്നില്ല, തോന്നുന്നു. അങ്ങനെ മഹദിന് അങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ അങ്ങനത്തെ എല്ലാവരും സംഭവമുണ്ട്. ഇപ്പോൾ പിള്ളേർ തന്നെ ചാനലെങ്കിൽ പ്രശ്നമില്ല. ഓർ തന്നെ ആയിട്ട് ഫസ്റ്റ് തന്നെ തുടങ്ങിയെങ്കിൽ കുറച്ച് കൂടുതൽ പിള്ളേരെ കാണിച്ചെങ്കിൽ എന്ത് പ്രശ്നമില്ല.
നമ്മൾ വലിയാളെ ചാനലിലെ ഓവറായിട്ട് പിള്ളമാരെ കാണിച്ചെങ്കിൽ കോപ്പിറൈറ്റ് വരും. പിന്നെ കുറേ നേരം സ്കൂളിൻ്റെ കുറേ പിള്ളമാരുണ്ടാണല്ലോ, അങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ എല്ലായിടത്തും കോപ്പിറൈറ്റ് വരുന്നത്. പിന്നെ ചെറിയ മക്കൾ പാമ്പേഴ്സും കാര്യങ്ങളൊന്നും ഇടാന്ന് അങ്ങനെ കാണിച്ചെങ്കിൽ അങ്ങനെയും വരുന്നത് കോപ്പിറൈറ്റ്. കുറേ ഉണ്ട് യൂട്യൂബിൽ, കുറേ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാനല്ലോ. അത് എന്ത് ചെയ്തെന്ന് നമുക്കിങ്ങനെ അതിൻ്റെ ബാക്കിൽ പോകുമ്പോൾ അറിയുന്നത്, മറ്റു ചിലക്ക് എന്ത് കഥയെന്നേ മനസ്സിലാകുന്നില്ല അങ്ങനെ. അപ്പോൾ ഞങ്ങളുടെ നല്ല അടിപൊളി ഫുഡെല്ലാം ആക്കിയിട്ടുണ്ട്. അതിനറുമ്മ മസാലറുമ്മ ഭയങ്കരമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ. ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നെയ്പ്പത്തിൽ, ബീഫ് കറി എന്തായെങ്കിലും ഉണ്ടാക്കുന്ന ഫുഡിനെല്ലാം മസാല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ആണുങ്ങളെല്ലാം ഫസ്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് ആയതിന് ശേഷം നമ്മൾ പെണ്ണുങ്ങൾ ഇരിക്കാൽ നമ്മുടെ വിജയം തുടങ്ങിയില്ല ഇരുന്നിട്ടാകുമ്പോഴേക്ക് ഉറമ്മ ഏട്ടത്തി ഓള് എല്ലാവരും അങ്ങനെ നമ്മളാണെങ്കിൽ തന്നെ നല്ല വിഷയവും ചിരിയും കളിയും എല്ലാം ആയിട്ട് മസാല നല്ലൊരു എന്തുള്ള പൊൽസ് ഫാമിലി നമുക്ക് മാച്ച്. നമുക്കത് തന്നെയല്ല വേണ്ടിയല്ല, ഒരു ചിരിയും കളിയും വിഷയവും അല്ലേ, നല്ല സ്വഭാവം അതുണ്ടെങ്കിൽ മതി, വേറെന്ത് അങ്ങനെ. അപ്പോൾ അതാ നല്ല അടിപൊളി കിച്ചണെല്ലാം ഉണ്ട്. ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ ചെല്ലുന്നുണ്ട്, അതാ തായെല്ലാം കച്ചറ അതിനെടുത്തിട്ടുണ്ടായിരുന്നില്ല, താഴെ എടുക്കുന്നില്ല. ഫുഡും കാര്യങ്ങളെല്ലാം ഇത്രയെല്ലാം ആൾക്ക് സെറ്റാക്കിയതല്ലേ, അപ്പോൾ അതിൻ്റെതായ കച്ചറയും പാത്രങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ ചെല്ലുന്നുണ്ട് താഴെ എടുത്തിരണ്ട. ഇതനിയത്തിൻ്റെ മോനാന്ന് ഒസിൽ ഖയാം. അപ്പോൾ പുള്ളമാരെല്ലാം നല്ല കളിയിലുണ്ട്. ഒന്നിച്ച് കൂടിയങ്ങ് അങ്ങനെ ഭയങ്കര കളിയും തല്ലും കരച്ചലും ബൈലോട്ട് കളിയും ബൈലോട്ട് ചിരിയും ബൈലോട്ട് തല്ലും. പുള്ളമാരങ്ങനല്ല, ഒന്നിൻ്റെ കണ്ടെങ്കിൽ ഒന്ന് വേണം, അതെന്നെ വേണം, 3 ആൾക്കോ 4 ആൾക്കോ. ഇപ്പം എൻ്റെത് അനിയത്തിൻ്റെത് പിന്നെ അനിയത്തിൻ്റെ എല്ലാം ചെറിയ ഒരേപോലെ ഉള്ളതാണ്. ഇനി ഇതെല്ലാം വലുതായിട്ടാണ് കുറച്ച് സമാധാനമാണെങ്കിൽ. നമ്മൾ അധികം പോകുമ്പോൾ പിള്ളേരധികം കൊണ്ടുവന്നില്ല, എല്ലാം സോപ്പിട്ട് നിർത്തിയിട്ടില്ലേ, എല്ലാത്തിനും മുട്ടായിക്ക് പൈസ അങ്ങനെ ഇങ്ങനെയെല്ലാം കൊടുത്ത് നിർത്തലാന്ന്. പക്ഷേ ഓളം സമ്മതിക്കുന്നില്ല, എല്ലാവരും വരണം ഓളെ കൊണ്ടുവരണം ഒരു പേരെടുത്തെടുത്ത് പറയും എന്തായാലും പിള്ളേരും കൊണ്ട് വരുന്നത് തന്നെ ചെല്ലിട്ട് അങ്ങനെ ഒരാസ തീരട്ടിട്ട് എല്ലാത്തിനും കൊണ്ടുപോയതാന്ന് പറഞ്ഞാൽ. പക്ഷേ അത് പിള്ളേർക്കെല്ലാം നല്ല പോയി വയനാട് ബീച്ചും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാം ചോറെല്ലാം വെച്ചിട്ടെല്ലാം ആയിട്ടായതിന് ശേഷം വലിയ പിള്ളേരെല്ലാം ബീച്ച് പോയിട്ടുണ്ടായിന്. അപ്പോൾ കോഴിക്കോടുള്ള ഏട്ടത്തിൻ്റെ ചെറിയ മോള് വന്നിന്, വലിയ ഏട്ടത്തിൻ്റെ മോള് വന്നിട്ട് ഒക്കെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ ഫുഡ് റെഡിയായി, പുഡിങ്ങായി, ഐസ്ക്രീമായി, ചായയായി, അങ്ങനെ ഫുള്ള് ബാർ ഫില്ലാക്കിയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായി അവിടുന്ന്. അപ്പോൾ ഇത് പിള്ളേർ ബീച്ച് പോയിട്ട് മഷാല്ല ഒരു 3 ആൾ ഒരേപോലെ അതിനിപ്പോൾ അങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും റീൽസും ഷോർട്സും എല്ലാം എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. പെരുന്നാളിന് നമുക്ക് അടിയെല്ലാം പോകാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് നമ്മളെ മാമാൻ്റെ വരെയാണ്, തറവാട്ടിൽ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വരെ. തറവാട്ടിൽ പോയിട്ട് അവിടെ അപ്പാവും അളമാരെല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ എല്ലാം പോയിട്ട് പിച്ചാക്കിയിട്ട് അളമാക്ക് മഷാല്ല എന്തോ ഒരു വൃത്തിയാണെന്ന് പറഞ്ഞാൽ, വൃത്തിയിൽ ഓവർ വൃത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ വീടെല്ലാം എടുക്കുന്നുണ്ട്. പണ്ടത്തെ തറവാടാണ്, അന്നെങ്കിലും നല്ല മഷാല നല്ല കിളിക്കൂട് പോലെ ആക്കിയിട്ട് വെച്ചിന് അളമാന്നല്ല ശരി. നമ്മൾ ഇങ്ങനെ എടുക്കുന്നുണ്ട് വീഡിയോ, മുറ്റവും പുറവും പുറത്തും എല്ലാം നല്ല ചെയ്യലുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരുപാട് എന്താ പറയുക പഠിക്കാനുണ്ട്. വൃത്തിയും ക്ലീൻ ആക്കണം, വലിയ പോരാണോ വലിയ സെറ്റപ്പാണോ അങ്ങനെയൊന്നുമില്ല, ഉള്ളത് കൊണ്ടുപോകണം പോലെ ഇത്തിരി ചെറിയ പോരായെങ്കിലും അതിന് നല്ല വൃത്തിക്ക് വെച്ചെങ്കിൽ അതും ഒരു കാണാൻ ഒരു ചേലന്നെ നോക്കിയാൽ ഒരിലയാട്ട് ഒരൊന്നുമില്ല പുറത്തെല്ലാം. ഇതെല്ലാം വേണമെങ്കിൽ കമ്പൗണ്ടൊന്നും കെട്ടാതെ ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ്. എന്നിട്ട് തന്നെ മസാല അടിച്ച് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പിന്നെ ഒരാളമാവ് ഇങ്ങനെ അപ്പി എന്നുള്ള പേര്, അതതിനാൻ്റെ പുറത്ത് വൃത്തി. ഇത് റീസു, ഇതിനാൻ്റെ പുറത്ത് വൃത്തി. അങ്ങനെ ചെടിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല സെറ്റപ്പാക്കിയിട്ട് വെച്ചിട്ടുണ്ട് മസാല. അപ്പോൾ ഇത് ഞങ്ങളെ മാമാൻ്റെ പേരിൽ മൊഗ്രാൽ സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ റിസുവിനോട് ബായി പറഞ്ഞിട്ട് നമ്മൾ നേരെ പരിക്ക് വരും. എൻ്റെ മുത്തമ്മാൻ്റെ മോന് വിളിച്ച് പറഞ്ഞു, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് എൻ്റെ വക നിങ്ങൾക്ക് ഫുഡ് സ്പോൺസർ എന്നല്ല പറഞ്ഞിട്ടില്ലേ. അപ്പം അതിനായിട്ട് മനസ്സിലായി, പണിയെന്തില്ല നമുക്ക് മനസ്സിലല്ലേ. അങ്ങനെ അൽഫാമും പൊറോട്ട എല്ലാം ആക്കിയിട്ട് മഷാല്ല അതിൻ്റെ നമുക്ക് ഫുഡ്. പിന്നെ നമ്മളെ ടൂറിൻ്റെ വോയിസ് നോക്കവേ, നമ്മൾ പെരുന്നായിട്ട് എടുക്കും ടൂർ പോവാ. ആണല്ലോ ടൂറിന് സ്ഥലം വയനാട് പ്രളയം ബാംഗ്ലൂരോ എന്റെ പൊന്നോ ബാംഗ്ലൂരാണ് മൈസൂർ മൈസൂർ റൂം ലക്ഷദ്വീപ് വയനാട് തന്നെ വയനാട് സെലക്ട് ആക്കാം. വയനാട് കോഴിക്കോട് വയനാട്.
അപ്പോൾ കണ്ടില്ലേ ടൂർ വിശേഷങ്ങൾ ഞാൻ പറയാം കുറേ ഉണ്ട് പറയാൻ. എന്തറിയോ ടൂറിന്ന് ചൊല്ലിയിട്ട് അതൊരു ഭയങ്കര സ്റ്റോറി. അപ്പം നമ്മൾ ഫസ്റ്റ് ഇതാ ടൂറിനുള്ള ഡ്രസ്സും കാര്യങ്ങളും പാക്കേജും ലഗേജും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടില്ലേ നമ്മൾ പെരുന്നാൾ പോക്ക് പോയിട്ട് 2 ദിവസം ഉണ്ടായി ഞാൻ പുരയിൽ. എന്നിട്ട് രാത്രി ഒരു ഓർഡർ ഉണ്ട്. എന്നിട്ട് ഞാൻ എന്താക്കി രാത്രി ആകുമ്പോൾ വന്നു. അപ്പം ഇങ്ങനെ പ്ലാൻ ആക്കുന്നുണ്ട് ടൂർ പോന്നാ വേണ്ടേ എന്നിട്ട് ഞാൻ തിരിച്ച് പ്ലാനിങ് ഒന്നും നടക്കില്ല. ഞാൻ രാത്രി വന്നിന് 10:30 മണിയാകുമ്പോൾ. എന്നിട്ടൊരു 11:30-12 മണിയാകുമ്പോൾ ഉണ്ട് വിളിക്കുന്നത് ടൂർ ഉറപ്പായിന് പാക്ക് ആയിക്കോ റെഡി ആയിക്കോ എന്നിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒരു ഓർഡർ കൊടുക്കുകയാണ് അതിന് റെഡിയാക്കിയിട്ടില്ലേ രാത്രി ഇങ്ങനെ വരുന്നത്. എന്നിട്ട് ഞാൻ രാവിലെ 5:30 മണി സുബിയെല്ലാം നിസ്കരിച്ചിട്ട് അതിന് ശേഷം 5:30 മണിയാകുമ്പോൾ വന്നതാണ് ഞാൻ പുരേന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ മാഷാ അതെല്ലാം പാക്കും നോക്കിയിട്ട് ലഗേജും റെഡിയും എല്ലാം പുള്ളമാരെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചൊരു ഹറിബറി ടൂറാണ് നമ്മളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഈ ടൂറിനൊരു ഭയങ്കര പ്രത്യേകത ഉണ്ട്. സ്പെഷ്യലായിട്ട് എന്താ പറയുക നമ്മളെ ഉമ്മാനെയും കൊണ്ടുപോകുന്ന ടൂറാണ്. ഉമ്മാക്കൊരു നല്ല വാങ്ങൽ അടിപൊളിയാക്കാനുള്ള ടൂർ. അപ്പോൾ ഉമ്മാൻ്റെ വീൽ ചെയറും നമ്മളെ വെട്ടിയും ലഗേജും കിടക്കയെല്ലാം കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആർമാദിച്ച് വരാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു. മാഷാ അല്ലാഹ്. അങ്ങനെ പാട്ടായി കളിയായി ചിരിയായി എല്ലാം ആയിട്ടില്ലേ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഉമ്മാക്ക് പാമ്പേഴ്സും കാര്യങ്ങളെല്ലാം കൊണ്ട് സെറ്റാക്കിയിട്ടാണ് പോയത്. ഇരിക്കുമ്പോൾ ചെറിയ ഇതുണ്ടാവില്ല ഞങ്ങൾ പഠിച്ചുകൊണ്ടായി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്ത് ഉമ്മാനെ കൊണ്ടുപോയാലും ഒരു ബുദ്ധിമുട്ടായിട്ടാണ്. വീൽ ചെയർ കൊണ്ടുപോയിന്. വീൽ ചെയർ ഒരാളിങ്ങനെ ഒന്തിയിട്ട് അങ്ങനെ ഇതാക്കിയതാണ്. പിന്നെ നമ്മളെ ഹൈലൈറ്റ് മാളിൽ ആടിയോടെ എല്ലായിടത്തും പോയിന്. എല്ലായിടത്തും ഉമ്മനെ കൊണ്ടുപോയിന്. ഇപ്പോൾ എൻ്റെ ഉള്ള എന്നെ ഇരിക്കുന്നല്ലോ ഉമ്മ. അപ്പോൾ ഒന്ന് മെയിൻ്റെല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നെല്ലാം നോക്കിയിട്ടും കണ്ടിട്ടും വരുത്തുന്നിട്ട് മാഷാ അല്ലാഹ് അഫ്സലിൻ്റെ നിർബന്ധത്തിലാണ് ഇപ്പോൾ കൊണ്ടുപോയത് ഉമ്മാനെ. അങ്ങനെ മാഷാ അല്ലാഹ് പോയിട്ട് അടിച്ച് പൊളിച്ച് മച്ചാക്കിയിട്ട് വന്നിന്. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നോക്കാവോ നിങ്ങൾ. പാട്ടും കളിയും ചിരിയും മജയായിട്ട് പാട്ടെന്നെല്ലാം വെച്ചെങ്കിൽ കോപ്പിറൈറ്റ് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ പാട്ടൊന്നും ഇങ്ങോട്ട് ആക്കുന്നില്ല. അപ്പം നമ്മൾ പോയ സ്ഥലവും കണ്ട കാര്യവും തിന്ന കാര്യവും വന്ന കാര്യം എല്ലാം കുറച്ചായിട്ട് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഏകദേശം 2-3 ദിവസത്തെ ട്രിപ്പായിരുന്നു നമ്മൾ പോയത്. ഒരു ദിവസം രാവിലെ 5:30 മണിക്ക് കിടന്ന് പോയിന്. പിറ്റേ ദിവസം അവിടെ സ്റ്റേ ആയിന്. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വന്നതാണ് 2-2:30 അല്ലേ. പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നതാണ്. പിള്ളേർക്കെല്ലാം ഭയങ്കര മജയായിരുന്നു. സ്കൂള് മദ്രസ ഇങ്ങനെ വലിയ ട്രിപ്പ് ലോങ് ട്രിപ്പ് ഒന്നും പോകാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ പിള്ളേർക്കും വേണ്ടിയിട്ട് തന്നെയാണ് മെയിൻ ട്രിപ്പ് പോയത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ നല്ല വാങ്ങല കളിയും ചിരിയും കോമഡിയും മൈക്കെല്ലാം നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിന് ബസ്സിൽ തന്നെ. അപ്പോൾ മൈക്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കലും അങ്ങനെയും ഇങ്ങനെയും അതും ഇതായിട്ട് മാഷാ അല്ലാഹ് പറയാതിരിക്കാൻ പോയി അത്ര മജ ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം ആയിട്ടില്ലേ ഇങ്ങനെ ഇടയ്ക്കൊരു ട്രിപ്പല്ല പോകണം പറഞ്ഞാൽ എല്ലാ ഫാമിലി ആയിട്ട് അതൊരു വേറെ തന്നെ ഒരു വൈബാണത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ്. കുറച്ച് പൈസ എല്ലാം കണ്ടിങ്ങനെയാവും. അത് ആവാതിരിക്കാൻ വഴിയില്ല. എന്നല്ലെങ്കിൽ വലിയൊരു ട്രിപ്പും മക്കളെല്ലാം കൊണ്ടുപോകുമ്പോൾ കുറച്ച് ചിലവും കാര്യങ്ങളെല്ലാം തന്നെയല്ലേ. അപ്പം അതിനെല്ലാം നമ്മൾ മെയിൻ്റെ ആക്കാണ്ട് എന്താ ഒരു 10-15 രൂപ കൊണ്ടുപോയി ഇച്ചിരി ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 5-6 മണിയാകുമ്പോൾ എന്തോ കിട്ടിയിരുന്നു. നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് വയനാട്, പിന്നെ കോഴിക്കോട്, മർക്കസ് നോളജ് സിറ്റി, മടവൂര് പള്ളി, ഹൈലൈറ്റ് മാള് അങ്ങനെയെല്ലാം പ്ലാനാക്കിയിട്ട് പോയിനത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് പ്ലാൻ പോലെ തന്നെ എല്ലായിടത്തും ഇങ്ങനെ നോക്കിയിട്ടും കയറിയിട്ടും ഇറങ്ങിയിട്ടും വന്നതാണ്. അപ്പം ഞാൻ രാവിലെ എന്ന് പറഞ്ഞ് ചായ കുടിച്ചിട്ട് പോയതാണ്. ഞാൻ കുടിച്ചിനപ്പോൾ അറിയാലോ ഓരോ സംഗതി. അപ്പോൾ നമ്മുടെ മസാല ദോശയും വേറെ എന്തോ കൂട്ടിയിട്ട് കഴിച്ചു. പുള്ളന്മാരെല്ലാം മസാല ദോശ കഴിച്ചു. ഞാൻ ഇടിയപ്പവും കടലക്കറി അങ്ങനെ കഴിച്ചു. ഓരോരോ ഫാമിലി ഓരോരോ ബാച്ചായിട്ട് ഇരുന്നിട്ടുണ്ട്. എപ്പോഴത്തെ അത്ര ഫ്ലോ ഇല്ല പറയാൻ. എന്ത് സൗണ്ട് പോയതുകൊണ്ടില്ലേ നേരെ ഒരു പറയാൻ കഴിയില്ല. അപ്പം ഞാൻ ഫസ്റ്റത്തെ വോയിസ് കൊടുത്തില്ലേ ആ വോയിസ് കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടാണ് ബൈലോട്ട് പകുതി വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിത്തിരി സൗണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ ഇല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി. അങ്ങനെ സൗണ്ട് നല്ല പങ്ങല പോകുന്നു പറഞ്ഞാൽ. അപ്പോൾ ഇത് 2-3 ദിവസത്തെ ഉറക്കായി. പിന്നെ പെരുന്നാൾ അപ്പത്തിൻ്റെ ഉറക്കായി. പിന്നെ പെരുന്നാൾക്ക് പെരക്ക് നിൽക്കാൻ പോയതിൻ്റെ ഉറക്കായി. പിന്നെ നമ്മളെ ഫാമിലി എല്ലായിട്ട് കൂടിയതിൻ്റെ ഒരു ഉറക്ക് പോലെ എല്ലാം ആയിട്ടില്ലേ ഒന്നാകെ പോയ ഉറക്കാന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മാമാൻ്റെ വരയിൽ ആണ്ടുണ്ട് നമ്മുടെ മാമാൻ്റെ. അപ്പോൾ എല്ലാം നമ്മളെ ഉപ്പാൻ്റെ ഫാമിലിനെ ഒന്നിച്ച് കൂടാണ്ട് അപ്പോൾ ഒരു ഉറക്കം പോകാണ്ട് ഉറക്കല്ല സൗണ്ട് പോയി. ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് കൂടിയിട്ടൊരു 4 വിഷയം പറയുമ്പോൾ സൗണ്ട് പോയിട്ടായി അങ്ങനെ. അപ്പോൾ കുറേ ആൾ കമൻറ്റിൽ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര
ചോദിച്ചിട്ടെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം റിപ്ലൈ ആയിട്ടെല്ലാം വരാം. അപ്പോൾ ഇന്ന് ഞാൻ ഓർഡറൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീയിൽ ഇരുന്നിട്ടുണ്ടത്. ഇനി ഓർഡറും കാര്യങ്ങളെല്ലാം എനിക്ക് കുറച്ച് തിരക്കാന്നില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ടൂർ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ 2 ഓർഡർ ഞാൻ ക്യാൻസലാക്കി. ഓർഡറിൽ നമുക്ക് പിന്നെ കൊടുക്കാം. എൻജോയ് ചെയ്യുമ്പോൾ എന്തൊക്കെ നല്ല വാങ്ങല എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ചും ചെയ്യുക. അപ്പോൾ കുറേ ആൾ ബേക്കറി ഐറ്റംസും കാര്യങ്ങളെല്ലാം പോരെ തന്നെ കൊണ്ടുവന്നതിന് പിന്നെ നമ്മൾ ഇടുന്ന സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഓരോന്നോരോന്നെല്ലാം ഒരു ലൈസും അതും മുട്ടായും ചോക്ലേറ്റും അങ്ങനെ ഇങ്ങനെ എന്തല്ലോ അങ്ങനെ പോയി നമ്മൾ ലാസ്റ്റ് വയനാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനാട് പോകുമ്പോഴേക്ക് ഇല്ലേ അടുത്ത ഉച്ചക്ക് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോയത്. അടുത്ത റിസോർട്ടിൻ്റെ കണക്ക് 3 മണിയാകുമ്പോൾ അടുക്കെത്തണോ. 3 മണിയിൽ നിന്ന് വൈകുന്നേരത്തെ ചായ, രാത്രിയിലത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, പിന്നെ 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ അപ്പോൾ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനാണ്ടി മുമ്പ് നമുക്ക് നല്ല മിസ്സാകുന്നത് അനിയത്തിയും ഏട്ടത്തിയും വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഏട്ടത്തിൻ്റെ മാപ്പിളുടെ ഫാമിലി ഓരോരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം മുമ്പേ ഫസ്റ്റ് പറഞ്ഞിട്ടായി എന്നിട്ട് അങ്ങനെ ഉള്ളതായത് അനിയത്തിൻ്റെ പുരയിൽ ആളുണ്ടായിട്ട് അങ്ങനെ എന്തോ ആയിട്ട് ഓള് മിസ്സായത്. ഭയങ്കര മിസ്സായി പറഞ്ഞാൽ അത് ഭയങ്കര മിസ്സായിപ്പോയി പറഞ്ഞാൽ. നല്ല അടിച്ചു പൊളിക്കുന്നതിടയിൽ 2 ആൾ മിസ്. പിന്നെ നമ്മൾ അളിയാവും. നമ്മൾ ബസ്സിലെല്ലാം പോലെ അളിയാൻ്റെ ഒക്കെ തന്നെയാണ് ടൂർ പോകുമ്പോൾക്ക്. അളിയാൾക്ക് ട്രാവലറും വണ്ടിയും മറിച്ചതും അതിൽ കുറേ ഉണ്ട് മച്ചാള്ള ട്രിപ്പിൻ്റെ തന്നെ. അപ്പോൾ വണ്ടിയെല്ലാം അളിയാൾക്ക് തിരക്കി പെരുന്നാൻ്റെയും വെക്കേഷനല്ലേ. അങ്ങനെ രാത്രിയും രാവിലെയും പിറ്റേ ദിവസം എല്ലാം ട്രിപ്പ് ഉണ്ട് അളിയാൾക്ക്. പിന്നെ അളിയാനെ വരാൻ കാത്തെങ്കിൽ ഈ പുള്ളമാരെല്ലാം മദ്രസ ഓപ്പണാന്നല്ലോ നാളെ മറ്റന്നായിട്ട്. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാരണമായിട്ട് എടുത്തതിന് ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ ആ തീരുമാനം മാറുമല്ലേ. ഹറി പറയല്ലേ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തീരുമാനം എടുത്ത് ബസ്സിൽ വിളിച്ച് റിസോർട്ടിന് വിളിച്ച് ഓക്കെ ആക്കിയിട്ട് പോയതെന്നെ അറിഞ്ഞാൽ. അപ്പോൾ അതിന് ചില ചെല്ലുന്നുണ്ട് ഞാൻ രാവിലെ ചെല്ലിന് ഞാൻ നല്ല ചെല്ലുന്നുണ്ട്. അപ്പോൾ രാവിലേക്കൊന്നും നമുക്ക് കാത്തിക്കാൻ ടൈമില്ല. എന്നിട്ട് നമ്മൾ ഒരേ കിച്ചണിൽ കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ ടൂർ എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ സംഭവം കാത്തുന്നെങ്കിൽ നാളാക്കുക മറ്റന്നാന്നിട്ട് നിന്നെങ്കിൽ അത് ഫ്ലോപ്പ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോയ ബസ്സിൻ്റെ ഡ്രൈവർ. നല്ല വൈബ് ബസ്സിൻ്റെ ഡ്രൈവർ. എന്ത് ആട്ടോ ഇല്ല അനക്കോ ഇല്ല, എന്ത് ടെൻഷനില്ലാതെ നമ്മൾ പോയതാന്ന് പറഞ്ഞാൽ. അങ്ങനെ ആയിട്ട് അങ്ങനെ വയനാട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നല്ല തണുപ്പ് തുടങ്ങിന്. ഫസ്റ്റ് വരുമ്പോഴൊക്കെല്ലാം നല്ല ചൂടുണ്ടായിന്. ഒരു 12 മണിക്കെല്ലാം ഇവിടെ എത്തിയിട്ടാകുമ്പോൾ നല്ല തണുപ്പ് തുടങ്ങിന്. അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആൾ കമൻറ്റിൽ കുറേ ഡൗട്ടെല്ലാം ചോദിച്ചിന്. അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റെല്ലാം ഒന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ. പിന്നെ ഇപ്പോൾ കുറേ ആൾ ചോദിക്കുന്ന വീഡിയോ ആണ് കിച്ചൺ ടൂറെന്ന് ചോദിക്കുന്നുണ്ട്. കിച്ചൺ ടൂർ ഞാൻ ഇട്ട് തരാം ഇൻഷാല്ല. ഒന്ന് സെറ്റ് ആയതിനു ശേഷം കിച്ചൺ ടൂർ ഇട്ടുതരാം. ഓക്കെ. മാഷാല്ല അടിപൊളി വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് നല്ല പറയുന്നുണ്ട്. മാഷാല്ല താങ്ക് യു. പിന്നെ നമ്മളിപ്പോൾ എത്തിന് ഏകദേശം ഇല്ലേ പള്ളീൻ്റെ ടൈമായിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ച രാവിലെയാണ് ഇറങ്ങിയത്. അപ്പോൾ പള്ളിക്ക് പോകുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിന് പള്ളീൻ്റെ അടുത്ത് ബസ് നിർത്തിയിട്ട് പിന്നെ എൻ്റെ മക്കൾ എല്ലാവരും മക്കൾ പിന്നെ ഡ്രൈവർ എല്ലാവരും പള്ളിയിൽ പോയിട്ടുണ്ട്. അതിന് ആ ഒരു ടൈമിൽ നമ്മൾ ബസ്സിൽ തന്നെ ഇരുന്നിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് മറ്റേ ചാലക്ക് അങ്ങ് ചൂട് കിട്ടിയതല്ലേ. വയനാട് തന്നെ ആയതുകൊണ്ട് എന്ത് ചൂടില്ല, തണുപ്പുള്ള ക്ലൈമറ്റ് അല്ല അവിടെ എപ്പോഴും. അങ്ങനെ അപ്പോൾ അവിടെ എത്തിയിട്ട് പള്ളിയിൽ നിന്നെല്ലാം വന്നിട്ട് അതിന് ശേഷം നമുക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, നല്ല ടോയ്സും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ എല്ലാം ഒന്ന് കയറി ഞമ്മങ്ങനെ ഓരോരോ ഐറ്റം എന്തോ എടുത്തിനും തോന്നുന്നു ഞാൻ ഇടുന്ന് എന്തോ മേങ്ങിന് ഓർമ്മയില്ല എന്തെന്ന്. അപ്പോൾ അതിനിപ്പുറത്ത് തന്നെയാണ് ഹോട്ടലുണ്ടായിന്. മന്തിയെല്ലാം ഓർഡർ ആക്കിയിട്ടായിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ആക്കണ്ടില്ല ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത് പിള്ളമാരല്ലേ വ്ളോഗ് എടുക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിലുണ്ട്. ഞാൻ അൽക്കസിൻസിലോർ വ്ളോഗ് തുടങ്ങുന്നു നമ്മൾ ഇങ്ങനെ പറയും, വ്ളോഗ് തുടങ്ങി ഇങ്ങനെ പോയി ഇങ്ങനെ ചെല്ലും അങ്ങനെ ചെല്ലും എന്നുള്ള ചെല്ലിട്ടില്ലേ ഒരു ഭയങ്കര ട്രെയിനിങ്ങിലുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെല്ലുന്നു ഇങ്ങനെ എന്ത് തുടങ്ങിയെങ്കിലും തന്നാസ് കിച്ചണ്ട് എത്ര എത്തേല മക്കളെ നല്ല ചെല്ലിട്ടില്ലേ. അപ്പോൾ ചോദിക്കുന്നത് ബെറ്റിനുണ്ടാ അങ്ങനത്തെ കഥ. പിന്നെ കുറേ കമൻ്റ് ഉണ്ട് ഊഞ്ഞാലെല്ലാം സൂപ്പറായിന്, ഞാൻ എപ്പോഴും വ്ളോഗ് നോക്കുന്നു എല്ലാം നല്ല അതിന് താങ്ക് യു. എൻ്റെ മാഷാല്ലാ സൂപ്പറായിന്. കിച്ചൺ ഫുൾ വീഡിയോ കാണിക്കുമെന്ന് ചോദിക്കുന്നത് കുറേ ആൾ കിച്ചണിൻ്റെ വീഡിയോ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് കാണിക്കാമോ നിങ്ങൾക്ക്? നല്ല അടിപൊളി കിച്ചണാണ്, എനിക്ക് ഇഷ്ടം എൻ്റെ കിച്ചണ്. പിന്നെ ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈത്തപ്പഴത്തിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിന് കമൻ്റ് ഇട്ടിന് ഈത്തപ്പഴം അപ്പം പെരുന്നാൾക്ക് ചുട്ടിന് എല്ലാവർക്കും ഇഷ്ടമായിന്. പിന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ കാലിയായി. അപ്പോൾ ഏടുന്ന റെസിപ്പിന്ന് ചോദിച്ചപ്പോൾ തന്നാസ് കിച്ചണെന്ന് പറഞ്ഞിരുന്നു. അവരെല്ലാം സബ്സ്ക്രൈബ് ആക്കിന് നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു. അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട്. അതിന് വലൈക്കും സലാം.
പിന്നെ നീണ്ട കമൻറ്റെല്ലാം ഉണ്ട് കുറേ ആളിടുന്ന എന്തായ രീതി സുഖമല്ലേ, വീഡിയോ എല്ലാം നോക്കലുണ്ട്, പൊരിയപ്പത്തിൻ്റെ ഉലോക്കി അങ്ങനെയല്ല ഞങ്ങൾ പൊരിയിടൽ അങ്ങനെ എന്തെല്ലാം ചൊല്ലിയിട്ട് കുറേ ഉണ്ടായിന്. പെരുന്നാൻ്റെ പല്ല ചുടുമ്പോൾ ദീദി നോർമായിന് നമുക്ക് കുറച്ച് ചൂടാൻ കഴിയുന്നില്ല, നിങ്ങൾ അത്ര ചുടുന്നു മഷാല്ല എന്നെല്ലാം പറഞ്ഞിട്ട് മഷാല്ല അൽഹംദുലില്ലാ അങ്ങനെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് അല്ലേ. വീഡിയോയിൽ എപ്പോഴും നോക്കലുണ്ട്. ബർത്ത്ഡേ വിശേഷങ്ങൾ അതിൻ്റെ കുറേ ആൾ കമൻ്റ് ഇട്ടിന്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിന്, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു കുറേ കമൻ്റ് ഉണ്ട് വായിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹോട്ടലിൽ പോയത്, മന്തി കഴിച്ചത്, പിന്നെ അവിടുന്ന് ഇറങ്ങിയത്, വേറെ എന്തെല്ലോ കഴിച്ചത്, ഹോട്ടലിൽ നമ്മൾ ഇങ്ങനെ പോകും തപ്പിക്കോണ്ട് അതിൻ്റെ ആടെ നല്ലതുണ്ട് ആടെ കയറും കാണുമ്പോൾ നമുക്കൊരു കാണുമ്പോൾ അറിയുമല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഫുഡിൻ്റെ സംഭവങ്ങളെല്ലാം എങ്ങനെയല്ലേ ഓരോരോ ഫാമിലി ഓരോരോ പൈസ കൊടുക്കാൻ, അതുകൊണ്ട് തന്നെ അത് നല്ല മജായിന്. എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. നമുക്ക് എത്ര കുറച്ച് ഇങ്ങനെ ഓരോരോ ഫാമിലി ആകുമ്പോൾ കുറച്ച് വെച്ചല്ലാന്ന്. അപ്പോൾ നല്ലൊരു അതൊരു മജ വേറെ തന്നെ. അത് നിങ്ങൾ ടൂർ പോകുമ്പോൾ അങ്ങനെ എല്ലാം ആക്കിയിട്ട് നോക്കാവേ. അപ്പോൾ പുള്ളമാർ മൈക്കെല്ലാം പിടിച്ചിട്ട് അങ്ങനെ എന്നിട്ട് കുറേ ബിസിയാക്കുന്നുണ്ട്. ഫുഡും കാര്യങ്ങളും ടൂറും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിന്. നല്ല മിസ്സായിന്. വന്നിട്ട് പെരക്കെത്തുമ്പോൾക്ക് ആൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിന്, 27 നോമ്പ് കഴിഞ്ഞില്ലേ വീട് മൊത്തത്തിൽ മാറിയിനല്ലോ എന്നല്ല പറഞ്ഞിട്ട്. അപ്പോൾ ഡോറ് ജനലില്ലേ എന്നല്ല ചോദിക്കുന്നുണ്ടായിന്. അതന്നെ ജനലിൻ്റെ പണി കുറച്ച് ബാക്കിയുണ്ടായിന്. അതുകൊണ്ടാണ് ഞാൻ ഫുൾ വീഡിയോ ഇടാത്തത്. ഫുള്ള് കാണിക്കുമ്പോൾ നമുക്കൊരു സെറ്റപ്പായിട്ട് കാണിക്കണ്ടേ, അതുകൊണ്ട് ഇപ്പോൾ ജനലും വെച്ചിട്ടുണ്ട്, ഗ്രിൽസ് എല്ലാം ആയിട്ട് ഇപ്പോൾ മഷാല പണിയല്ല ഫുള്ള് ഫിനിഷായിന്. പിന്നെ കുറേ റെഡായിട്ട് അടിപൊളി മഷാല അടിപൊളി മഷാല അങ്ങനെ ഊഞ്ഞാലിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ടായിന്. അത് 14 ഊഞ്ഞാലിന് ഓഫർ റേറ്റിൽ 9 കിട്ടിയതാണ് ഞാൻ. പിന്നെ നല്ല വാങ്ങണ്ട പുറത്തിങ്ങനെ ഇട്ടിട്ടില്ലേ, നമ്മൾ കുറച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വൈബാക്കാൻ പറ്റിയ സംഭവമാണ് ഊഞ്ഞാൽ. എല്ലാവരും വേണ്ടിയിടവാ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. ഇനിയും കുറച്ച് ഉറങ്ങണം അപ്പോൾ ശരിയാവും. രാവിലെ വോയിസ് കൊടുത്തിട്ടില്ല, പോയിട്ട് ഉറങ്ങി കുറച്ചോ, പോയിട്ട് വന്നിട്ടായിട്ട് വയലോട്ട് ഉറങ്ങിയിട്ട് വന്നിട്ടായിട്ട് വയലോട്ട് വോയിസ് കൊടുത്തതാണ്. അപ്പോൾ കുറച്ച് ശരിയായി, ഇനി കുറച്ച് ഉറക്കുണ്ട് ബാക്കി, അതും കൂടി ആയെങ്കിൽ സെറ്റാവും. പിന്നെ ചോപ്പറിൻ്റെ ലിങ്ക് ഉണ്ടാകുന്ന ചോദിക്കുന്നത്. ചോപ്പറിൻ്റെ ലിങ്ക് ഞാൻ ചോപ്പർ കയ്യിൽ തന്നെ വാങ്ങിയത്, ഓൺലൈനിൽ വാങ്ങിയല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിയത്. പിന്നെ നമുക്ക് സുജാതാൻ്റെ കല്ല് ഇപ്പോൾ ഷോപ്പിൽ നിന്നെല്ലാം കിട്ടുന്നതെന്നെല്ലാം പറയുന്നത്. അതിൻ്റെ മിക്സിയിലുള്ള ഷോപ്പില്ലേ അവിടെ ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇപ്പോൾ ഡി ഉണ്ടാകുന്നത് കിട്ടും പറഞ്ഞാൽ. പിന്നെ വിൻഡോ എന്താ വെക്കാതെ തന്നെ കുറേ ആൾ ചോദിക്കുന്നത്, ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസ് എല്ലാം ഇടാതെ, അപ്പോൾ കുറേ വീഡിയോ ഉണ്ട് പെൻഡിങ്ങിൽ, എല്ലാം ഇട്ടിട്ട് ഞാൻ കുറച്ച് ലെങ്തി വീഡിയോ തന്നെ ഇടാവേ. നിങ്ങൾക്ക് നോക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കില്ലെങ്കിൽ സ്കിപ്പാക്കി നോക്കാം. ഓക്കെ, അങ്ങനെ എത്തി ഞാൻ മസാജ് റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പിള്ളേരും ഭയങ്കര എൻജോയ് ആക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായി, ഇൻ്റർലോക്ക് സൂപ്പർ മാഷാ പുതിയ കിച്ചണിലത് ബർക്കത്ത് നൽകട്ടെ, അമീൻ. അത് തന്നെയാണ് പ്രതീക്ഷ. അമീൻ. പിന്നെ ഷീറ്റ് ഇട്ടെങ്കിൽ ചൂടെടുക്കിയല്ലേ അതിൽ കമൻ്റ് ഇട്ടിട്ടുണ്ടായിന്. ഷീറ്റ് ഇട്ടെങ്കിൽ ചൂടെടുക്കും, പക്ഷേ ഞാൻ ഷീറ്റ് ഇട്ടിട്ടായിട്ടില്ലേ അതിലേക്ക് ചെറുതായിട്ടൊരു ഇൻറ്റീരിയലാക്കിന്. അതുകൊണ്ട് മാഷാ ചൂടിൻ്റെ പ്രശ്നമില്ല ഇപ്പോൾ. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കണോ, ഇപ്പോൾ പ്രശ്നമില്ല. പിന്നെ കുറേ ആൾ പറയുന്നു ഡെയിലി വീഡിയോ ഇല്ലെങ്കിൽ മിസ്സാന്ന്, വീഡിയോ കാണാൻ നല്ല വാങ്ങുന്നുണ്ട്, ഇല്ലെങ്കിൽ ഒരു കിരക്കരയാന്ന്. ഇപ്പോൾ വേറെ എല്ലാ യൂട്യൂബർ വീഡിയോ നിർത്തിയിട്ട് ഇപ്പം നിൻ്റെ തന്നെ നോക്കുന്നതെന്നല്ലോ അങ്ങനെ ചെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ എല്ലാന്നുണ്ട്. അപ്പോൾ അതാ റിസോർട്ട് പോയി വീടിൻ്റെ ഉള്ളിൽ റിസോർട്ടായിട്ട് സംഭവമെല്ലാം ഉണ്ടാകുന്നൊരു കാട്ടുള്ളിലല്ലേ, പോയിട്ട് ഉള്ളിൽ നോക്കുമ്പോൾ ഇല്ലേ കുറച്ച് റിസോർട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു 10-40 റിസോർട്ടെല്ലാം ഉണ്ടാവും. അങ്ങനെയുണ്ട്, ഫുള്ള് തിരക്കാന്ന്. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, ഫുള്ള് ടൂറും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ചുണ്ട് ആൾ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 ബന്തിയോട് അലമ്പാടിക്കാർ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം 2 നമ്മൾ സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞാൽ നോക്കലുണ്ട്, അറിയും തനാസ് കിച്ചണല്ലേ എന്നല്ലേ. അപ്പോൾ ഞാൻ അവരോടെല്ലാം നമ്മൾ ഒന്നിച്ച് വന്നിട്ടേ അവരോടല്ലേ കണ്ട വയനാട്ടിലും തനാസ് കിച്ചൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ പുള്ളമാർ മാമാട് ചോദിക്കുന്നുണ്ട്, മാമ ടൂറെല്ലാം വന്നിട്ട് എങ്ങനെയുണ്ടെന്ന്. റിസോർട്ട് ഇപ്പോൾ വന്നത് മുതൽ ഇറ്റ്സ് ഓക്കെയാണ്, പക്ഷെ ഇനി നോക്കണം, എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് we will rate after seeing everything. Okay, we can't rate now. അങ്ങനെ റിസോർട്ടിലെല്ലാം കയറിയിട്ടായിട്ട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിള്ളേരെല്ലാം കളി തുടങ്ങിയില്ല വന്നിട്ട് എത്തുമ്പോൾ തന്നെ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടായിട്ടാണ് വന്നത്. നമ്മൾ അവിടെ എത്തിയിട്ട് അതിലുള്ള തുടങ്ങി വിസിയോ, ഇവിടെ വന്നെങ്കിൽ ഇവിടെ വിസിയോ, അവിടെ ഭയങ്കര വിസിയോ.
അങ്ങനെ പിള്ളേരെല്ലാം നല്ല കളിയിൽ എൻജോയ് ആക്കുന്നുണ്ട്. മജാക്കട്ടെ പിള്ളേർക്കെല്ലാവരും ഒരു ഇൻട്രസ്റ്റ് പിള്ളമാർക്കല്ലേ ഇല്ലേ, നല്ല പാങ്ങല പിള്ളമാർ മൊത്തലെടുക്കുന്നുണ്ട് അറിഞ്ഞ സംഭവങ്ങൾ. അപ്പോൾ 2 പൂളുണ്ട്. ഈ ചെറിയ ഇപ്പുറത്തേക്ക് റീൽസ് ഇട്ടിട്ട് കാണുന്നില്ലേ, അത് ചെറിയ പിള്ളേർക്കുള്ളത്. ആ സൈഡ് ഈ സൈഡും ഇനി അപ്പുറത്തുള്ളത് വലിയ ആളത്. മാഷാല്ലാ മഹദിൻ്റെ എല്ലാം കളി കാണണം. വരുന്നില്ല പുറത്തേക്ക്. ഞാനിങ്ങനെ തട്ടിയിട്ട് എന്നെ കഴിച്ചിന് ഇറക്കിയിട്ടില്ല അവനെ. തുള്ളുന്ന് വെള്ളം കാണുമ്പോഴേ കൈയും കാലിട്ടിട്ട് ഇങ്ങനെ അടിക്കുന്നു. ഞാൻ പോകുന്ന ഓറെല്ലാം ഇങ്ങനെ പായിന്ന് ഇതാക്കുന്നതിനെ കാണുന്നില്ലേ, ഓനും പോകുന്ന നിന്നിട്ട്. പക്ഷെ ഞാൻ തട്ടിയിരുന്ന വിട്ടിട്ടേലും ഉറക്കെ കുടിച്ചിട്ടിരുന്നതാണ് അങ്ങനെ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ജലദോഷവും മൂക്കിൽ നല്ല വരുന്നെല്ലാം ഉണ്ട്. അത് പിന്നെ ഒരു ടൂർ പോയെങ്കിൽ പിള്ളമാർക്ക് പനി വരുന്നത് തന്നെയല്ലേ, അതിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ടൂർ പോയാൽ നിരിച്ചെങ്കിൽ എന്തായാലും പോകണം. അങ്ങനെ ഇതാ സാജ് റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും നല്ല ഉണ്ട്, അതിന് അടിപൊളിയാണ്. അപ്പോൾ പിള്ളേരെല്ലാം അവിടെ കളിക്കുന്നു തുള്ളുന്ന കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ ബെഡ്റൂമെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നോക്കണ്ടേ. നല്ല കേട്ടനെല്ലാം ഇട്ടില്ലേ, നല്ല ബെഡ്റൂം. പുറത്ത് വ്യൂ ഇല്ല, നല്ല ഉണ്ട്. ഒരു കോട്ടയാട് പോലെ കാണാൻ നല്ല മഞ്ചയുണ്ട് ക്ലാസ്സെല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഉച്ചക്കും വൈകിട്ടും രാത്രിയും രാവിലെ നെല്ലണക്ക് നല്ല തണുപ്പ് തന്നെയാണ് പറഞ്ഞാൽ. വള്ളാലിങ്ങനെ ഗിടഗിടാന്ന് അങ്ങനെ തണുപ്പുണ്ട് നല്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മ 2 ഫാമിലി അല്ലേ, സോറി 4-5 ഫാമിലി അല്ലേ പോയിന്. അപ്പം നമ്മൾ 2 റിസോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഡോർ ഞാൻ തുറക്കാലത്ത് ഒന്ന് ഞാൻ തുറന്നു, അപ്പുറത്തെ റിസോർട്ടിനത് ഇടതിൻ്റെ മോള് തുറക്കുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അത് 2 ബെഡ്റൂമിൽ താഴെ മുകളിലും 2 ബെഡ്റൂം, അപ്പുറത്തേക്ക് അങ്ങനെ താഴെ മുകളിൽ 2 ബെഡ്റൂം അങ്ങനെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ലൈറ്റ് ആയതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. ഇപ്പോൾ വൈകുന്നേരത്തെ ഫുഡാണ്. ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ട് നമ്മൾ പോകുമ്പോൾ തന്നെ. നല്ല ടൈമിങ് ഉണ്ട്, 6 to 5:30 to 6:30 മണിയോളം വൈകുന്നേരത്തെ ചായ. പിന്നെ 8:30 to 10 മണിയോളം, 8:30 to 10 മണിയോളം 9 മണിയോളം അങ്ങനെ എന്തോ രാത്രിക്കത്തെ ഫുഡ്. അങ്ങനെ രാവിലെ 8:30 മുതൽ 10 മണി വരെ രാവിലത്തെ ഫുഡ് അങ്ങനെ. അപ്പോൾ നല്ല കുഞ്ഞു കോളി ബജിയും തോന്നുന്നു ആ ഒരു ടേസ്റ്റ് കാണുമ്പോൾ. ചട്നിയും നല്ല സ്ട്രോങ്ങിൽ ചായ, എത്ര ചായ വേണമെങ്കിലും നമുക്ക് കുടിക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അൺലിമിറ്റഡാണ്. പക്ഷേ നമുക്കൊരു ഇതില്ലേ അല്ലേ കഴിക്കുന്നതിന്. അങ്ങനെ കഴിച്ചുകൊണ്ടും കുടിച്ചുകൊണ്ടെല്ലാം ഇരിക്കുമ്പോൾ അന്ന് സംഭവം നമ്മൾ യൂട്യൂബറാണ് കണ്ടത്, ഹിബാന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ഹിബാന, ഞാൻ ഇപ്പോൾ കാണിക്കാം വാരിന്ന്. അപ്പോൾ എടുത്ത സംഭവങ്ങളെല്ലാം ഇല്ലേ, എന്ത് ഏത് എങ്ങനെയെന്നല്ല ഞാൻ നിങ്ങൾക്ക് കുറച്ചായിട്ട് കാണിക്കാം. ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസാണ്. ഇതാ നല്ല തണുപ്പ്. ഇപ്പം നല്ല മഴ പെയ്തിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഇതല്ല നല്ല ചെടിയും തണുപ്പും എല്ലാം ആയിട്ട് നല്ല ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഹിബാന കാണുന്നത്. അവിടെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. കുറച്ച് വീഡിയോസും കുറച്ച് ബിസിയാക്കി ഫോട്ടോ എല്ലാം എടുത്ത് നല്ല ബിസിയുള്ളത്, നല്ല ഇളക്കത്തിൽ. ചെറിയ പിള്ളേരല്ലേ, അങ്ങനെ ഞാനൊരു ഫോട്ടോയും വീഡിയോസെല്ലാം എടുത്ത് യൂട്യൂബറല്ലേ അങ്ങനെ നമ്മൾ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ പോയിട്ടുണ്ടായി. അപ്പോൾ ആടിയും ഉണ്ടായിനോള്. അപ്പോൾ ആടിയെ നമ്മൾ ബിസിയാക്കി അവളെ ചെറിയ കുഞ്ഞ് ബേബിയില്ലേ, ബേബീനെല്ലാം കണ്ടും ഉമ്മാനെ കണ്ടും ഒരു ഫാമിലി ഊരെല്ലാം ഉണ്ടായിനവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ. വേറെ ഒന്നും പണിയില്ല, കുളിച്ച് ഫ്രഷായിട്ട് ഒരു പ്ലേറ്റും കൊണ്ട് ഇറങ്ങിയാൽ മതി. സംഭവം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളത് ഗോപിയാണ്. ഗോപി മഞ്ചൂരിയൻ ഇല്ലേ, ഗോപിയുണ്ട്. പിന്നെ ചപ്പാത്തി, പൊറോട്ട, പിന്നെ ഇത് പനീർ ബട്ടർ ഇല്ലേ അതാണ്. പിന്നെ വെജ് ന്യൂഡിൽസ്, പിന്നെ ഇതെന്താ പറയുക, കപ്പ ബിരിയാണി, തക്കാളിച്ചോറ്, നെയ്ച്ചോറ്, പിന്നെ ബട്ടർ ചിക്കന്, പിന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെ പലതരം ഐറ്റംസും ഉണ്ട്. എല്ലാം കഴിച്ചിട്ട് നമുക്കൊരു ഡെസേർട്ടായിട്ടുണ്ടായി. നല്ല അടിപൊളി പായസമാണ്, പറയാതിരിക്കാൻ വയ്യ. ഫുഡെല്ലാം ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ വയനാട് ഈ ഒരു സൈഡല്ല നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. നമുക്ക് ഫുഡ് ഒരു ഇങ്ങനെ കാണുന്നതില്ലേ, കർണാടക ആ സൈഡ് പോകുമ്പോൾ ഇല്ലേ വലിയൊരു നല്ല ഫുഡ് കിട്ടലില്ല അധികം. ഊട്ടി ഇങ്ങോട്ടെല്ലാം പോയെങ്കിലേ നമ്മൾ അധികം ബീഫ് അങ്ങനത്തെ എന്തോന്നും കഴിക്കല്ല, ചിക്കൻ എന്തോ വെജ് തന്നെയാണ് അധികം കഴിക്കൽ. അവിടെ നമുക്ക് അത്ര ശരിയാകുന്നില്ല. പക്ഷെ ഇങ്ങോട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഫുഡെല്ലാം. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വിളമ്പെടുക്കുന്നുണ്ട്. എന്തിന് നമുക്ക് വീഡിയോസിലെല്ലാം നല്ല കളറായിട്ട് കാണണ്ടേ, അങ്ങനെ ഒരു ഇത്തിരി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒരാൾക്ക് വയ്ക്കാൻ കഴിയില്ല. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നില്ല, അങ്ങോട്ടും ഷെയറായിട്ട് കഴിച്ചതാണ്. അപ്പോൾ നല്ല ചൂട് ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. അപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ നേരത്തെ ഉണ്ടായിന് ഹിബ അറിഞ്ഞാൽ. ഹിബ എന്നില്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സും പിന്നെ ഫേസ്ബുക്കിലും
ഇൻസ്റ്റാലെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. തുന്നൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നല്ലൊരു പാട്ട്, നമ്മൾ പറഞ്ഞ പാട്ട് ഒരു അടിപൊളിയില്ല പാട്ട് തരും. പാട്ടും ബോക്സും വയ്ക്കെല്ലാം നല്ല സെറ്റപ്പിലുണ്ട്. അതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ കറങ്ങലും തിരിക്കലും മറിങ്ങലെല്ലായി. പിന്നെ കുറേ നേരം ബിസിയാക്കിയിട്ട് നമ്മൾ കിടന്നിട്ട് ഉറങ്ങിയിട്ട് രാവിലെ വേറൊന്നും പണിയില്ല, ഒന്ന് ഫ്രഷ് ആവുക, കൈയും കയറ്റി വന്നിട്ടിരുന്നാൽ മതി. എന്നാ കയറും പിന്നെ റിസോർട്ടിലെല്ലാം ഉണ്ട്. ചെറിയ ബേബീസെല്ലാം ഉണ്ടെങ്കിൽ റിലാക്സ് ആയിട്ട് കിടത്തിയിട്ട് തിന്നാൽ മതി, എന്ത് തിരക്കില്ല. അങ്ങനെ കയറുമ്പോൾ തന്നെ നല്ല കളറ് കട്ടനുണ്ട്, കോഫി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇവിടെ റെഡിയുണ്ട്. മസാല ചായ അങ്ങനെല്ലാം ഉണ്ടാകുന്നില്ലേ, അതെല്ലാം ഉണ്ട്. അവർക്കൊന്നും നമ്മൾ പോയിട്ട് നമ്മൾ നേരെ പോയത് വേറെല്ലാം ഫുഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയ ബ്രെഡ് ബട്ടർ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ജാമല അങ്ങനെ ആക്കാന്നില്ലേ. കുറേ ബട്ടറെല്ലാം തേച്ചിട്ട് എന്തെല്ലാം കളിച്ച് ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല മജാക്കിയില്ല. പോയതിന് മുതലാക്കിയിട്ട് വന്നു നമ്മൾ വയനാട്. അപ്പോൾ ഇത് കോഫിയും ചായ വന്നത് അപ്പുറത്തുണ്ടത്. പിന്നെ ഇവിടെ മുന്തിരി ജ്യൂസ്. അപ്പോൾ നമ്മുടെ എത്തുമ്പോഴേക്കില്ലേ ആങ്ങളിയോള് റെഡി ആയിട്ട് വന്നിന് ഫുഡെല്ലാം കഴിക്കുന്ന ബിസിയാക്കുന്ന. ഫറാൻ്റെ ചൊല്ലുണ്ട് ജംഷി വേഗം എന്ത് പണിയില്ല, വന്നിട്ട് കൈയേറ്റിരുന്നാൽ മതി. അപ്പോൾ ഇത് ഗ്രാപ്പ് ജ്യൂസാണെന്നറിയാം, ഗ്രാപ്പ് ജ്യൂസ്. പിന്നെ ഇത് ചോക്കോസും പാലും അത് വേണ്ടിയവർക്ക് അങ്ങനെയുണ്ട്. എല്ലാം നല്ല ചൂടോടെ ഉണ്ട്, മിഷൻ ഓൺ തന്നെ ഉണ്ട്. പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങനെ പുട്ടും എന്താണ് പൂരിയും വാട്ടർമെലോണും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ എടുക്കണ്ട വീഡിയോയിലുണ്ട്, ഞാൻ നിന്നെ വീഡിയോയിലുണ്ട്, എന്നിട്ട് കട്ടാക്കാണ്ടിട്ട് തന്നത്. മുട്ടയും സംഭവങ്ങളെല്ലാം ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വിശാലമായിട്ട് കാണിക്കുന്നതിനറിയോ, ഒരു വേഗം എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പോയിട്ടുണ്ടാവും, ഇതാക്കിയിട്ടുണ്ടാവും. പക്ഷെ പോകാത്തോറും കാണാത്തോറും പോകാൻ കഴിയാത്തോറും എല്ലാം കുറേ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതാ പുട്ട്, കടലക്കറി, പൂരി, ബാജി, മുട്ട, പിന്നെ തന്നെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ എല്ലാം കഴിഞ്ഞിട്ടില്ലേ ബത്തക്ക പീസാക്കിയിട്ട് ഒരു ഡെസേർട്ട് പോലെ മധുരം കഴിക്കുന്ന പോലെ. അങ്ങനെ ഇത് ഫ്രൂട്ട്സാണ് രാവിലെ. നല്ല ഹെൽത്തി ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡും അങ്ങനെ ബ്രെഡ് വേണം. എന്നിട്ട് പിള്ളമാർക്കെല്ലാം ബ്രെഡെല്ലാം ഒന്ന് വെച്ചിട്ട് കൊടുത്ത്, ജാമ് വേണ്ടിയവർക്ക് ജാമും കൊടുത്തു. അങ്ങനെ ആയിട്ടില്ലേ നല്ല വെയിറ്റുണ്ട്, കഴിച്ചിട്ടെല്ലാം ആയിട്ടില്ല. നല്ല ചൂട് ചായയും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ട് പോകുമ്പോഴേക്കില്ലേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്ക് ബ്രെഡും ജാമും തേച്ചിട്ട് ഇങ്ങനെ പോയതാണ്. അപ്പോൾ ഉറല്ലാം കളിയാക്കുന്നത് വിളിക്കും റയ്യെല്ലാം പൈസ കൊടുത്തിട്ട് ഇങ്ങനെ മുതലാക്കലില്ലായിട്ട് നല്ല വാങ്ങണ്ടായിനറിയാം. അങ്ങനെ ഞാനും ലാമിയല്ലേ ഇങ്ങനെ സ്റ്റൈല് ബ്രെഡ്, പിന്നെ മുട്ട, പിന്നെന്താ മറ്റേ ബത്തക്കാൻ്റെ പീസ്, പിന്നെ ചോക്കോസെല്ലാം എടുത്ത് ഇങ്ങനെ സ്റ്റൈലായിട്ട് വെറുതെ ഒരു സ്റ്റോ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഡയലോഗ് പോരേന്ന് ദോശയും കറിയും തോന്നല്ലേ, എടുത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ നോക്കിയാൽ എല്ലാം വെച്ചിട്ടുണ്ടായിന് അറിയാം. എന്തുള്ള നല്ല വേണ്ടി പറയാതിരിക്കാൻ വയ്യാത്തത്ര വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ തിന്നലും കുടിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ റിസോർട്ടിന് ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നുണ്ട് ഓരോ സ്ഥലവും. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറാണെങ്കിൽ നിങ്ങൾ സ്കിപ്പായിക്കവാ, നോക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഓക്കെ, ഒരാൾക്ക് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഒരാൾക്ക് മതി. ഇപ്പോൾ എത്ര ടൈം ആയിരുന്നിട്ട് അങ്ങനെ ഒരാളൊരു മനസ്സിലല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ചും ഇങ്ങോട്ട് വരുമ്പോൾ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വേണ്ടി. അപ്പോൾ അവിടെ നല്ല കസൂരി മെത്തി ഉണ്ടായിന്. നമ്മൾ ഷോപ്പൊന്നും മേങ്ങുന്ന തന്നെ, പക്ഷെ അടുത്ത് നല്ല ആടെ തന്നെ ഉണ്ടാക്കിയിട്ട് പൊടിക്കുന്നതെന്നല്ല പറഞ്ഞിട്ട് ഉണക്കിയിട്ട് എടുക്കുന്ന കസൂരി മേത്തി. ഞാൻ കസൂരി മേത്തി കുറച്ച് ഐറ്റംസ് എല്ലാം മേറ്റുണ്ടായി. നല്ല വുഡൻ സ്പൂണ്, പിന്നെ ഉപ്പിലിട്ടത്, മസാല ഒന്നും മേറ്റുന്നില്ല, സ്പൂൺ തന്നെ ഉണ്ടിലുണ്ട്. പിന്നെ കുറച്ച് ഒരു ഐറ്റംസ് ഇതാ ഈ സ്പൂണെല്ലാം മേറ്റുണ്ടായി. കാണുമ്പോൾ എല്ലാം എടുത്ത് തുറന്നിരിക്കുന്നത്, പക്ഷേ കുറേ കൊണ്ടു ഇങ്ങനെ ആകുമ്പോൾ ഒരു പാങ്ങില്ലായിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ വെക്കുന്നു. കപ്പുണ്ടായിന് നല്ല വയനാടിൻ്റെ എംബ്ലമുള്ള, ഒരിക്കൽ എടുക്കണമെന്നില്ല. പിന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, റേറ്റ് കുറവൊന്നുമില്ല സംഭവം. അപ്പം നല്ലൊരു ട്രേ ഉണ്ടായിന്, നല്ല വേണ്ടായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് 500-600 എത്ര പറഞ്ഞ അങ്ങനെ ഞാനേതോ ഒരു ഓൺലൈനിൽ കണ്ടിന് 200 വിചാരിച്ചു. നല്ല റേറ്റ് ഉണ്ട് സംഭവം എല്ലാം എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ടായിട്ട് ഇളക്കിയിട്ട് വന്നു. ഓരോന്നെടുത്ത് കുറച്ച് അങ്ങനെ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ പുള്ളമാരെല്ലാം പകുതിയാൾ അപ്പുറം പോയിന്. അതെല്ലാം പറന്തിൻ്റെ എല്ലാം ഷോപ്പുണ്ട്. അപ്പോൾ നല്ല ഉപ്പിലിട്ട് നെല്ലിക്ക ഉണ്ടായിന്. അങ്ങനെ അതൊന്ന് ഞാൻ എടുത്തു. ഓരോരാൾ ഓരോന്നാണെന്ന് പർച്ചേസ് ആക്കുന്നുണ്ട്, അപ്പുറത്തുനിന്ന് ആയിട്ട് അങ്ങനെ. അപ്പോൾ നല്ല മറ്റേ ഇതില്ലേ തേങ്ങ എണ്ണയില്ലേ, നാടൻ തേങ്ങ നാടൻ ഉണ്ടാക്കിയത് അങ്ങനെ ഇങ്ങനെ പറയുന്നത്. പിന്നെ കഥ അറിയാലോ നമുക്ക് എന്ത് സംഭവമെന്ന്. നല്ല ചായപ്പൊടി ഉണ്ടായിന്. അങ്ങനെ
അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു വയനാടിൻ്റെ ഒരു എംബ്ലം വേണ്ടേ, വയനാട്ടിലേക്ക് പോയതിന്. അങ്ങനെ ആ എംബ്ലം കൊടുത്തിട്ടായതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വന്നിട്ടുണ്ടായി. അങ്ങനെ രാത്രിയിലത്തെ ഫുഡടിയും രാവിലത്തെ ഫുഡടിയും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് റൂം കാലിയാക്കേണ്ട ടൈമായി, ചെക്കൗട്ട് ആക്കേണ്ട ടൈം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുങ്ങുന്നുണ്ട്. 11 മണിയായി, 12 മണിയായി. ഇത്ര എല്ലാ ആൾക്കും ഒരുങ്ങിയിട്ടാണ്ട് പുള്ളമാരെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടെടുത്ത് മേത്തിട്ടോളി ഒന്താൻ തന്നെ തുടങ്ങിയിന്. അങ്ങനെ മക്കൾസിനെല്ലാം റെഡിയാക്കിയിട്ട് അതിന് ശേഷം ഉമ്മാനെ റെഡിയാക്കിയിട്ടായിട്ട് നമ്മളെല്ലാം റെഡിയായിട്ട് പിന്നെ ഇവിടുന്ന് ഇറങ്ങലാന്ന്. എല്ലാം ചെല്ലുന്ന പണി എന്തും എടുക്കാതെ മുണ്ടാതിരിക്കാന്നുള്ള പാങ്ങണ്ടായി, എന്തില്ലാണ്ടിരിക്കാന്നുള്ള പാങ്ങണ്ടായി. അങ്ങനെ പിള്ളമാരെല്ലാം നല്ല മോഡലി കേളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുടി എന്ത് ഇങ്ങനെ ആക്കുമ്പോൾ അത് കേളാക്കിയത് സ്റ്റൈലാക്കിയതെന്നുണ്ട്. അങ്ങനെ ഓരോ സ്റ്റൈലുണ്ട്. അത് അനിയത്തിൻ്റെ മോള്, ഇതെൻ്റെ മോള്, ഇതറിയില്ല തന്നെ ഞാനൊരു പക എല്ലാവർക്കും. പിന്നെ അനിയത്തിൻ്റെ പിള്ളമാർ 3 ഗ്യാങ്ങാന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഏജ് വ്യത്യാസമുള്ളത് ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാവാറ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടായതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തല്ല വീഡിയോസ് ഞാൻ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഓറലപ്പുറം ഫോട്ടോ എടുക്കുന്നതും ഫോട്ടോസ് എടുത്തെങ്കിൽ പിള്ളമാർക്ക് ചെയ്യുന്ന അങ്ങനെ എടുക്കണോ ഇങ്ങനെ എടുക്കണോ അപ്പുറം ഇപ്പുറം നല്ല എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഇങ്ങനെ റിസോർട്ടെല്ലാം ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ അവൾ ഫറാന റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഏട്ടത്തിൻ്റെ മോള് ഒരു 30 ഫോട്ടോ എടുത്ത് എങ്ങനെ ഞങ്ങൾക്കൊക്കെ ശരിയാകുന്നില്ല. പിന്നെയും എടുക്കുന്നു. അപ്പോഴത്തെ പിള്ളമാരുള്ള തന്നെ ഫോട്ടോത്തിലല്ലേ അല്ലേ. അപ്പം നല്ല ആംബിയൻസാണ് അവിടെ കാണാനില്ലേ, എന്തോരം മജ. ഒന്നാമത് ചൂടില്ലാത്തപ്പോൾ നമുക്കൊരു സമാധാനമാണില്ലേ. പിന്നെ കുറേ വില്ലാസാന്നതാ, ചെറിയ അങ്ങനെ തന്നെ ചെടിയും ഫ്ലവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ഫ്ലവേഴ്സെല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമല്ലേ. ഇങ്ങനെ ഓരോന്നേ ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിവിടെ കണ്ടതും ഉണ്ട്, അവർ കാണാത്ത മാതിരിയും ഉണ്ട്. ഇതെടോ ഞാൻ കണ്ട പോലെ നമുക്കെടോ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ അവർ കാണാത്തൊരു ഫ്ലവർ ഉണ്ട്. അത് നിങ്ങളും കണ്ടിന് ഞാൻ കമൻ്റ് ആക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് കാണുന്നത്. ഇതിലെല്ലാം ആളുണ്ട്, ഓരോരോ വില്ലാലും വേറെ ആളുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് അപ്പുറം ഉണ്ട്, അതിനതാണ് നമ്മളത്. പിന്നെ ഇപ്പുറത്ത് വേറെ ആൾ, നമ്മൾ രണ്ടട്ടീൻ്റെതാണ് എടുത്തത്. മുകളിലൊരു ബെഡ്റൂം, താഴെ ബെഡ്റൂം ആയിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ ടോട്ടൽ 4 ബെഡ്റൂമുള്ള വില്ലയാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇല്ല, നല്ല തിരക്കുണ്ട്, ഫുൾ ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല മജയുണ്ടായി. ഞാൻ പിള്ളമാരെല്ലാം ഒരുക്കിയിട്ട് റെഡിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ എല്ലാം ഒന്ന് നിങ്ങൾക്കും കൂടി കാണിക്കാൻ വേണ്ടി ഞാൻ നേരെ വിശാലമായിട്ടൊന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടത്തി ഓറല്ലേ അവിടെ റെഡിയാണ്, നീ ഒരുങ്ങി ഇതാക്കുന്ന എല്ലാം ഉണ്ട്. എന്നെ കാണാത്തതുകൊണ്ട് തന്നെ ഇല്ലേ മഹതി ഇപ്പുറത്തല്ല തേടിക്കൊണ്ട് വന്നിനറിഞ്ഞാൽ പിള്ളേരെന്തും നമ്മൾ മെയിൻ ആക്കണമെന്നിട്ടില്ല. ടൂർ പോയിന് ദൂരമല്ലേ, പേടിയല്ലേ, എന്നും പേടിക്കണ്ട. ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളില്ലേ ഫുള്ള് നമ്മൾ കയറിയിട്ട് പിന്നെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്, പിന്നെ പുറത്ത് പോകും, ഒന്നും പേടിക്കാനില്ല. നല്ല കളിയിലുണ്ട് പിള്ളമാർ. അപ്പോൾ നോക്കിയാൽ ഓരോരോ വില്യം കാണാൻ എന്തോരം ചേരല്ലേ. ആ കോട്ടയുടെ എനിക്ക് എന്നെ ക്ലാസ് ഇട്ടിട്ട് കാണുമ്പോൾ എൻ്റെ ഒരു മജയാണ് നമുക്ക്. അങ്ങനെ അപ്പോൾ അതവിടെ ഇങ്ങനെ വരുമ്പോഴേക്കില്ലേ ഇവിടെ നല്ലൊരു ഫ്ലവർ കണ്ട് നല്ല ചന്തമുണ്ട്. ഞാൻ അതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചതാണ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ അടുക്ക് നല്ല ബിറ്റ് എന്താ പറയുമോ, ഇവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിശാക്കുമ്പോഴേക്കില്ലേ ഒരു ഫോൺ വരുന്നത് ഓർഡറിൻ്റെ ആളത്. നാളേക്ക് അപ്പം കിട്ടുമോ, ഇന്നേ കിട്ടുമോ, വൈകുന്നേരം കിട്ടുമോ എന്നെല്ലാം ആരെങ്കിലും ഫോൺ വരുമ്പോഴല്ലേ ഓരോ തടി വർക്കുന്നല്ലോ. ജംഷിപ്പോൾ കഴിഞ്ഞിട്ട് പോയി, ജംഷിപ്പോൾ കഴിഞ്ഞിട്ട് ഞാനില്ല ഓർഡറിനത് വേറെ, നമ്മൾ ടൂർ വന്നത് വേറെ എന്നിട്ട് ഓരോന്ന് സമാധാനിപ്പിച്ചു. അപ്പോൾ ഈ ഫ്ലവർ നോക്കിയാൽ നല്ല മജയില്ലേ കാണാൻ. ഞാൻ ഒരു കാണാത്ത സംഭവം വന്നത്, അത് വിരിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് അതിന് ശേഷം ഇങ്ങനത്തെ സംഭവം. അങ്ങനെ അപ്പോൾ അതെല്ലാം കണ്ടിട്ടായിട്ട് ആഴപ്പിള്ളറില്ലേ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി നിറഞ്ഞാൽ കുളിക്കാൻ. ഓർക്ക് ഇന്നലെ കുളിച്ചത് കഴിഞ്ഞിട്ടായിട്ട് അങ്ങനെ ഓരവിടെ പോയിട്ട് ആ പൂളിൽ കളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഉമ്മാനെ പുറത്തിറക്കി. ഉമ്മാനെ വീൽ ചെയറിൽ ഇങ്ങനെ ഇറക്കാൻ ഇതാണെന്നില്ലേ. അപ്പോൾ നമ്മൾ 4-5 ആൾ കൂടി ഇങ്ങനെ ഇറക്കിയിട്ടായതിന് ശേഷം ഇവിടെ റോഡ് തന്നെയാണ്, ഒന്നിക്കൊണ്ട് പോയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല അറിഞ്ഞാൽ. അങ്ങനെ നമ്മളെ റൂമിനെല്ലാം ഒന്ന് നോക്കിയിട്ട് ബേജാറോടെ എറിയും. ശരി പോലെ ചോദിക്കുന്നത് പോർക്ക് പോന്നാ വേണോ എന്നിട്ട് ഇങ്ങനെ അരമനസ്സിലുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ചിട്ടില്ല, ഒന്ന് റെഡിയാക്കി പിരിച്ചിട്ട് വെച്ച്
നമുക്ക് കച്ചറാക്കിയിട്ട് വന്നില്ലേ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിരിക്കാലിട്ട് എല്ലാം ഒന്നായതിനു ശേഷം പിന്നെ നമ്മളെ ബാഗും ലഗേജും പെട്ടിയും പാക്കിങ്ങും നമ്മളെ ട്രൈപ്പോഡ് എല്ലാം കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെ ഇറക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനെ നമ്മളെ വയനാട് ട്രിപ്പ് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങലാണ്. പിന്നെ ബസ്സിൽ കയറി എല്ലാ ലഗേജും സൈക്കിളും സംഭവങ്ങളെല്ലാം കയറ്റിയിട്ടതിന് ശേഷം ഇവിടെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു ഞാൻ ഉമ്മട്ടെത്തിയും അനിയെത്തിയല്ലോ. അപ്പോൾ ആ ഫോട്ടോസ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒരിക്കൽ ഞാൻ വിചാരിച്ചു ടൂർ വ്ളോഗ് ഇതാണ് ഇപ്പം മനസ്സിലായാ, നല്ല ചെറിയ കുഞ്ഞിപ്പുണ്ടറിഞ്ഞാ. ഒരിക്കൽ ഞാൻ വിചാരിച്ചു ടൂർ വ്ളോഗ് 2-3 വീഡിയോസ് ആയിട്ട് ഇടാന്നല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വെറുതെ ബോറടിപ്പിക്കണ്ട, കുറേ കാണുമ്പോൾ ആയിരിക്കും ബോറാന്നല്ലേ. അപ്പോൾ അങ്ങനെ വേണ്ട, നമുക്കൊരേ വീഡിയോസിൽ ഇങ്ങനെ ഒതുക്കാന്നിട്ടാന്ന് ഞാൻ കുറച്ച് ലെങ്തി ആയിട്ടാണെങ്കിലും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടൂർ വ്ളോഗിൽ എന്നെ ഫുള്ള് കാണിച്ചിട്ടുണ്ടാവേ. അപ്പോൾ നിങ്ങൾക്ക് ടൂർ വ്ളോഗ് ഇഷ്ടപ്പെട്ടിനാ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കമൻ്റ് ആക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നില്ലേ, കമൻറ്റ് മസ്റ്റാണ്. നമുക്ക് കമൻ്റെല്ലാം കാണുമ്പോൾ ഒരു മജയാണ് നമ്മളെ വീഡിയോക്ക്. എത്ര ആൾ കമൻ്റ് ഇട്ടില്ല അതിന് നോക്കാനും അതിനൊന്ന് റിപ്ലൈ ആക്കാനല്ലോ അതൊരു മജ തന്നെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻ്റ് ആക്കുക. ഇന്നലെ തന്നെ പെരുന്നാളിൻ്റെ വ്ളോഗ് മാഷാ അല്ലാഹ് 3000 ആൾ നോക്കിന്. പക്ഷേ കമൻറ്റ് ബോക്സ് ഓഫ് ആയതുകൊണ്ട് തന്നെ ആദ്യം കമൻ്റ് ഇടാൻ കഴിഞ്ഞിട്ട്. അപ്പോൾ കുറേ ആളെന്നോട് പേഴ്സണലി ചോദിക്കുന്നു കമൻറ്റ് ബോക്സ് എന്താ ഓഫായിനെന്ന്. അത് മാതിനെ കാണിച്ചുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഞങ്ങൾക്ക്. അവനിങ്ങനെ സൂം ആക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിന്. ബർത്ത്ഡേയിൽ ഇച്ച കൊടുത്ത മുട്ടായി പൊട്ടിക്കുന്നത് അങ്ങനെ എന്താ ഒരു ഗിഫ്റ്റ് പൊട്ടിക്കുന്നത്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞങ്ങളൊരിടത്ത് വണ്ടി നിർത്തിയിട്ട് ചായയും കടിയും കാടമുട്ട എന്തെല്ലോ കഴിച്ചു. ഉപ്പിലിട്ടത്, പൈനാപ്പിൾ, മാങ്ങ, ക്യാരറ്റ്, പിന്നെ എന്തെല്ലോ സംഭവങ്ങളെല്ലാം കഴിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മൾ വിട്ടു. ഇനി നമ്മുടെ അറിയ പോകുന്നത് നോളജ് സിറ്റിക്കാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 1:30-2 മണി ആയിരുന്നു. നല്ല പൊരിഞ്ഞ വെയിലാണ്, നല്ല തിരക്കുമുണ്ട്. തിരക്കുന്നിപ്പോൾ ഇതല്ലേ വെക്കേഷൻ അല്ലേ, അതുകൊണ്ട് തന്നെ 5, 6, 7, 10, 15 ബസ്സാണ് തന്നെ ഉണ്ട് നിർത്തിയിട്ട് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഫോട്ടോവും വീഡിയോ എല്ലാം എടുത്തിട്ടില്ലേ ആടുന്ന് പിന്നെ വന്നതാണ്. ഇവിടുന്ന് തന്നെ ഇങ്ങനെ കാണുന്നു നോളജ് സിറ്റി നോക്കിയിട്ട് നമ്മിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയതാണ്. അവിടെ കുറച്ചപ്പുറമാണ് പോകുമ്പോൾ നോളജ് സിറ്റി കാണുന്നത്. അങ്ങനെ എല്ലാം നോക്കിയിട്ട് എങ്ങനെ പോകുന്നുണ്ട്. നമ്മൊരു ടൂറെല്ലാം പോയെങ്കിലേ അത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് തന്നെ പോകണം അല്ലേ. അത് നമ്മൾ ടൂറിൽ ഉറങ്ങാനോ ക്ഷീണം പിടിക്കാനോ വെനക്കാനോ ഒന്നും പാടില്ല. മാഷാ അല്ലാഹ് നമ്മളിലുള്ളതെല്ലാം അങ്ങനത്തെ നല്ല എനർജിയിൽ കളിച്ച് തുള്ളിയിട്ടും പാടിയിട്ടും എന്നുള്ള ഭയങ്കരത്തിലുണ്ടായി അറിയാം. അങ്ങനെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ നോളജ് സിറ്റി എത്തിയിട്ടുണ്ടതാ. ഇതാണ് എടുത്തത്. നല്ല മജയുണ്ട്. സാരിക്കുന്നില്ലെങ്കിൽ അങ്ങനത്തെ തിരക്കും ആളും ഗൗജി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ടൈം തന്നെ നിന്നിന്. എന്നിട്ട് വേയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മടവൂര് അങ്ങനെ റോസായിനോ തിരക്കുന്നില്ലെങ്കിൽ അതിനാട്ടേ പുറത്ത് തിരക്ക്. അപ്പോൾ എടുക്ക് ഞാൻ ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല. ഭയങ്കര തിരക്കുണ്ട്, തിക്കുന്ന പോലത്തെ തിരക്കാണ്. അപ്പോൾ അവിടെ ബസ്സെല്ലാം പാർക്കാക്കുന്നിടത്ത് തന്നെയില്ലേ ഫുള്ള് ബസ്സാണ് ഒരു സൈഡ്. അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും എടുക്കാൻ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടുണ്ടായില്ല. അങ്ങനെ അപ്പോൾ ഇവിടെ കുറേ നേരം ഇവിടെ ഞാൻ ഇരുന്നിന്. എന്തില്ലെങ്കിലേ ബസ്സിലെല്ലാം ഇരുന്നിട്ട് ഇതാണ്ടായിട്ട് കുറച്ച് നേരം കാറ്റെല്ലാം കൊണ്ടിട്ട് പുറത്തിരുന്നിട്ടില്ലേ ബസ്സിൻ്റെ പുറത്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പുറമായിട്ട് നല്ല മജയുണ്ടായിന്. അങ്ങനെ അൽക്കാസിൻ്റെ വീഡിയോ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേണ്ട്. തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷനാണെന്ന് ഓർത്തറിഞ്ഞാൽ തുടങ്ങേണ്ട ഇത്ര. അങ്ങനെ ടൂറിനെ കുറിച്ചിട്ടെല്ലാം ചോദിക്കുന്നതെല്ലാം ഉണ്ട്, അഭിപ്രായം എന്തെന്നെല്ലാം അങ്ങനെ. അപ്പോൾ അതാ നല്ല മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇടിയെല്ലാം മുട്ടുന്നുണ്ട്, കുറച്ച് മൂടലെല്ലാം ഉണ്ട്, നല്ല തണുപ്പിലുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പുരക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറയുക, ഇനി എല്ലാവരും ബസ്സിൽ കയറി പറഞ്ഞ് എനിക്ക് ഫുഡ് കഴിച്ചിന്. അവിടുന്ന് നമ്മൾ രാത്രി ഒരു 6:30-7 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ടായിട്ട് അങ്ങനെ കാട എന്താ പറയുക കഴിച്ച പൊറോട്ടയും ബീഫ് കറിയും പിന്നെ കാടയില്ലേ കാട ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. കാട മസാല എല്ലാം കഴിച്ചിട്ടായതിന് ശേഷം പിന്നെ ജ്യൂസ്, ചായ, പിന്നെ കോഫി വേണ്ടവർക്ക് കോഫി, ബൂസ്റ്റ് വേണ്ടവർക്ക് ബൂസ്റ്റ്, അങ്ങനെ എല്ലാവരും ഓരോർക്ക് ഇഷ്ടപ്പെട്ട വേണ്ട ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചതാണ്. അപ്പോൾ ഇവിടെ എല്ലാം കഴിക്കുമ്പോൾ ഉമ്മാനെ ബസ്സൊന്നും ഇറക്കിയിട്ടില്ല. എന്തായിരിക്കും ഒരാൾ നിൽക്കും, എല്ലാവരും ഇറങ്ങുമ്പോൾ ഒരാൾ നിൽക്കും. ഒരാൾ നിന്നിട്ടായിട്ട്
ഉമ്മാക്ക് ഉള്ള ഫുഡ് ഞാൻ വായിക്കെടുത്തിട്ട് വേറെ ആരും കഴിച്ചിട്ട് വന്നതിന് ശേഷം ഒരാൾ വരും. അങ്ങനെ മാറിയിട്ട് അങ്ങനെ ആക്കിയത് നമ്മ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നേരെ ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ മസാല ഉമ്മാനെ കൊണ്ടുവന്നിട്ട് മാളിൻ്റെ ഉള്ളിലേക്കെല്ലാം. എന്നിട്ട് ഉമ്മാനെല്ലാം കറങ്ങി തിരിച്ചിട്ടെല്ലാം കൊണ്ടുപോയിട്ടായിട്ട് പിന്നെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പണ്ടത്തെ ഫിലിം നോക്കാം. ഇപ്പോഴത്തെ വേണ്ടാന്നില്ലേ പാണ്ടിപ്പട ഫിലിമില്ലേ, പാണ്ടിപ്പട ഫിലിമെല്ലാം നോക്കിയിട്ട് മറ്റേ അതിന് ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് നേരെ കിടക്കാനും ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ആയിട്ടായിട്ട് ഞാൻ ഇങ്ങനെ കിടന്നിട്ട് എല്ലാവരും ഫിലിം നോക്കിയതാണ്. കൂക്കുന്ന വിസിലിടുന്നത് വെറുതെ ഒരു നല്ലൊരു സിനിമ സ്റ്റൈൽ തന്നെ നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ടി വിയെല്ലാം കണ്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള കുറേ ലെങ്തി ആയ സോറി ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാവേ. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.